ഓറഞ്ച്. സംഭവത്തിന്റെ പോക്ക് എവിടേക്കാണെന്ന് കൂട്ടുകാരികൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. നിന്റെ ഉദ്ദേശം എന്താ? മീരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഗൂഢാലോചന നടത്തി തല പോയിക്കാണെന്നറിയാം. അതുകൊണ്ട് ഇതുവരെ ഓടിയ ഓട്ടമൊക്കെ മതി. ഇനി അത് അവസാനിപ്പിക്കാനുള്ള ടെസ്റ്റ് ഡോസ് ആണ് ഇത്. മീരെ കാണണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അവളെ എവിടെ കൊണ്ടൊളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടിരിക്കും. കണ്ടോളൂ. പക്ഷേ അതിനു മുമ്പ് കൂട്ടുകാരികൾ ഒന്നോർക്കണം. ഇനി മീരെ കാണാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ, കണ്ടല്ലോ, ഇതുപോലെ കോഴി പതപ്പിച്ച് ഉമ്മറത്ത് കിടത്തും. ആരേ? നിങ്ങളുടെ മീരെ. മനസ്സിലായില്ലേ? മീരെ കാണാൻ ശ്രമിച്ചാൽ വിഷ്ണുവർദ്ധന്റെ വെടിയേറ്റ് മരിച്ചു വീഴുന്നത് നിങ്ങളാവില്ല, അവളായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മീര. നിനക്കറിയാലോ എന്നെ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മീരെ കാണാൻ ഒരു ചെറിയൊരു നീക്കമുണ്ടായാൽ പിന്നെ മീര എന്നേക്കുമായി ഇഹലോകവാസം വിട്ടിരിക്കും. വിഷ്ണുവർദ്ധന് വലുത് അവന്റെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പ് തകരുമെന്ന് തോന്നിയാല് പെറ്റമ്മയാണെങ്കിൽ പോലും വച്ചേക്കില്ല ഞാൻ. അയ്യോ മക്കളെ, എന്നതാവും പറഞ്ഞിട്ട് പോയേ? ഇനി മീര അന്വേഷിച്ചെന്നാ അവൻ അവളെ ഇല്ലാതാക്കുമെന്ന്. അയ്യോ, എന്റെ മക്കൾ ഇനി അന്വേഷിക്കാനും പിടിക്കാനും ഒന്നും പോണ്ട. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിച്ചാ മതി. അങ്ങനെ സമാധാനിക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആകായിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമ്മൾ അന്വേഷിക്കണം. വേണ്ട മോളെ, എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാ പിന്നെ നമ്മുടെ മീരമോളെ വെച്ചേക്കില്ല. ഇനി നിന്റെ കളിക്ക് കൂട്ടി നിൽക്കാൻ ഞാനില്ല. പാറു, ഇത് ശരിയാവില്ല ഓറഞ്ച്. എന്റെ ജീവൻ വേണമെങ്കിൽ അവനെ എടുത്തോട്ടെ. പക്ഷെ നീയോ മീരയും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. വേണ്ട മോളെ, സാഹസത്തിനൊന്നും പോവണ്ട. മീരമോളുടെ ജീവന് അപകടം ഉണ്ടാക്കുന്ന യാതൊന്നും എന്റെ മക്കൾ ചെയ്യരുത്. അവളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതല നമുക്കില്ലേ? വിഷ്ണുവർദ്ധനെ പേടിച്ച് നമ്മൾ അനങ്ങാതിരുന്നാൽ അവൻ മീരയെ വിവാഹം ചെയ്യും. അവന്റെ കയ്യിൽ അവൾ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയാവുന്നല്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഓറഞ്ച്. എത്തും പിടിയും ഉണ്ടാക്കാൻ മാറും. എങ്ങനെ? ഇനി നമ്മൾ മീരയെ കാണാൻ ശ്രമിക്കുന്നില്ല. പിന്നെ പകരം വർമ്മ സാറിനെ കാണണം. അത് ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. രവിവർമ്മ, അത് മാത്രമേ വഴിയുള്ളൂ. ഹലോ, അതെ, രവിവർമ്മയാണ്. സാർ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ സാറിനെ വിളിച്ചത്. എന്താ അത്യാവശ്യം? അത് ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. എന്താണെങ്കിലും പറയൂ. ഫോണിലൂടെ സംസാരിച്ച ഒരു പക്ഷേ അത് സാറിന്റെയോ സാറിന്റെ മകളുടെയോ ഭാവിയെ തന്നെ ബാധിച്ചേക്കും. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? മുമ്പൊരിക്കൽ സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നേരെ സംസാരിക്കാം. നിങ്ങൾ ആരാണെന്ന് പറയൂ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സാറിനെ അപായപ്പെടുത്താനോ മറ്റേതെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കാനോ വേണ്ടി അല്ല. സാറിനെ വിശ്വസിക്കണം. സാറിന്റെ മകളുടെ പ്രായം എനിക്കുള്ളൂ, മീരയുടെ. അവക്കൊരാപത്ത് വരുന്നത് തടയേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഡയറക്ടർ തിരഞ്ഞു പിടിച്ച് സാറിന്റെ നമ്പർ തപ്പിയെടുത്തു.
എന്റെ മകൾക്ക് എന്താപത്ത് വരാൻ? എന്ത് സംഭവിക്കാം? പ്രത്യേകിച്ച് വിഷ്ണുവർദ്ധനായിട്ടുള്ള വിവാഹം നടക്കുന്നതോടെ. നിങ്ങൾ ശത്രുവല്ല, സാറിനെ മീരയെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. ആരാണ് നിങ്ങൾ? കുറെ ദിവസമായിട്ട് എന്നെയും എന്റെ ഫാമിലിയെയും ബുദ്ധിമുട്ടിക്കുന്നു. സാറും മീര ഇനി ഒരിക്കലും ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. സാറ് വരണം, ഇതെന്റെ അപേക്ഷയാ. നിങ്ങൾ ആരാണെന്ന് പറയാതെ എവിടേക്ക് ഞാൻ വരില്ല. സാർ പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. എന്നാ പറ, ആരാ നിങ്ങള്? ഞാൻ മീരയുടെ ഫ്രണ്ടാ. മീരയുടെ ഫ്രണ്ടോ? അതെ സർ. പാർവതിയാ ഞാൻ. എവിടെ എവിടെ നിന്ന് വിളിക്കുന്നു? വൃന്ദാവനത്തിൽ നിന്ന്. മോളെ, ഞാൻ മീരയെ വിളിക്കാം. വേണ്ട, തൽക്കാലം സാറ് വരുന്ന കാര്യം അവൾ അറിയണ്ട. എന്താ സർ, വരില്ലേ? വരാം. പക്ഷേ ഒരു കാരണവശാലും സാറ് വൃന്ദാവനത്തിലേക്ക് വരുന്നത് മറ്റാരും അറിയരുത്. പ്രത്യേകിച്ചും വിഷ്ണുവർദ്ധൻ, അല്ലേ?